രജിത്ജി, നമ്മൾ ഈ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എനിക്ക് വലിയ സങ്കടമുള്ളൊരു കാര്യമുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് താമ്പരത്തുള്ള ആഞ്ജനേയ സ്വാമി ക്ഷേത്രം തമിഴ്നാട് സർക്കാർ ബുൾഡോസർ വെച്ച് തകർത്തളഞ്ഞു. അത് പൊതുസ്ഥലത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ്. വലിയ നമ്മുടെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് വലിയ ഗോപുരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്രയും ഗോപുരങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. അതിൻ്റെ വാർത്ത നമ്മുടെ നാട്ടിലെ പത്രമൊന്നും പറഞ്ഞില്ല. കാരണം ഹിന്ദുക്കളുടെ ക്ഷേത്രം നശിച്ചാൽ കേരളത്തിൽ അത് വാർത്തയല്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഈ മുരുകൻ്റെ ഒരു സാന്നിധ്യം തമിഴ് മണ്ണിലാണ്. അങ്ങ് പറഞ്ഞതുപോലെ പഴനിയിൽ ഇരുന്ന് കേരളത്തിലേക്ക് നോക്കിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ നോട്ടം കേരളത്തിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ ഭഗവാൻ കാണാതെ പോകുന്നുണ്ടോ? അവര് ഇതിൽ പൊളിറ്റിക്സ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, അവർ അങ്ങ് പറഞ്ഞ പോലെ ക്ഷേത്രം വിളിച്ച ആ ന്യൂസ് ഞാനും കേട്ടു. പക്ഷെ ഇതിന് മറുവശമായിട്ട് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അവര് വേറെ ഏത് ഗവൺമെന്റും ചെയ്യാണ്ട് അവർ തമിഴ് മുരുക മാനാട് നടത്തി. അതിപ്പോ അത് തമിഴ് മുരുകൻ നടത്തി. പക്ഷെ അത് ശ്രീരാമന് ബദലായിട്ട് അവര് പൊളിറ്റിക്സ് ചെയ്യണത് അതുകൊണ്ടാണ്. തമിഴ് മുരുക അങ്ങനൊരു തമിഴ് സിദ്ധ അങ്ങനൊരു കൺസെപ്റ്റിൽ കൊണ്ടുപോയിട്ട് അതിന് മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ ചില കാര്യങ്ങള് സനാതനം നശിപ്പിക്കേണ്ടതാണ്. വലിയ തോതിൽ തമിഴ്നാട്ടിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കത് ശരിയാണ്, അത് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അത്ര ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയാൻ കാരണം ആ ഒരു എനർജി വർക്ക് ചെയ്യും, ഒരിക്കലും തകർക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ തമിഴ്നാട്ടിലെ 86 ഹിന്ദുക്കളാണ്. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഭക്തി. അവരുടെ ഓരോ വീടുകളിലും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ആരൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇതിന്റെ ഒരു ഭാഗമാണ്. അവർ ദ്രാവിഡ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളാണ് ഉള്ളില് ആ സംഭവം ഉണ്ട്. സ്റ്റാലിന്റെ വീട്ടിൽ പോലും അതാണ്. അതുകൊണ്ടല്ലേ സ്റ്റാലിൻ ഇങ്ങനെ പറയുമ്പോൾ ഭാര്യ ഗുരുവായൂർ വന്ന് സ്വർണ്ണ കിരീടം കൊടുക്കുന്നത്. പഴനിയിലടക്കം വരും. ഞാൻ ഒരു വട്ടം ബോഗർ ജയന്തിക്ക് അവിടെ ഒരു ശിവലിംഗം എടുത്ത് പുറത്ത് വെച്ച് പൂജ ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ടിലായിരിക്കണം, എന്റെ അപ്പുറത്ത് ഇവരായിരിക്കണ്ടേ ഫുള്ളും പ്രാർത്ഥിച്ചിരിക്കുന്നത്. അപ്പൊ അവരൊരു ഭക്തിയാണ്. അല്ല, എല്ലാ വീട്ടിലും ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഞാൻ ആക്കുന്നത് ഇപ്പൊ തമിഴ് മാനാട്, മുരുക മാനാട്, ലോക മുരുക സമ്മേളനം, അതും പഴനിയിൽ നടന്നത് ഇവര് നടത്തി എന്നുള്ളതിന് വെച്ചാലും അതും നടക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്, വയ്യാപുരി എന്ന് പറഞ്ഞ ലോകത്തിന്റെ തലസ്ഥാനത്തേക്ക് അലർജികളൊക്കെ വന്ന് ഭാരതം ലോകത്തിന്റെ പവർഫുൾ ആവുമ്പോ പഴനിന്നാണ് ആ കൺട്രോൾ വരുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് പഴനിയിൽ ലോക മുരുക സമ്മേളനം. അതാ പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ കൊടി 70 അടി ഉയരത്തിൽ വരുന്നത്. അത് ഏത് കൊടി? കുമാരികാണ്ഡത്തിലിരുന്ന കൊടിയാണ്. എത്രയോ നൂറ്റാണ്ടിന് ശേഷം, സഹസ്രാബ്ദങ്ങൾ എന്ന് പറയാം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ബോഗർ മാർഷിലൂടെ സഞ്ചരിച്ച് ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ മുരുകയുഗ ആരംഭിക്കുമ്പോൾ നമ്മുടെ കൊടി 70 അടി കുമാരകാണ്ഡത്തിലെ കൊടി ഇത്ര കാലത്തിന് ശേഷം നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുകയാണ്. ആ എനർജി ഹൈ ലെവലാ ആ കൊടിയുടെ. അത് വേറൊരു ഡയമെൻഷനിൽ പോയി കുമാരകാണ്ഡത്തിൽ പീപ്പിൾക്ക് വരാനുള്ള എനർജി സിഗ്നലാണ്. നമ്മളിപ്പോ ഒരുപാട് UFO ഏലിയൻസ് വാർത്തകൾ നമ്മൾ അന്ന് സംസാരിച്ച ശേഷമൊക്കെ ഒരുപാട് വാർത്തകൾ വരും. അത്തരം വാർത്തകൾ കേട്ടു തുടങ്ങും. അപ്പൊ അങ്ങ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരിക്കലും അങ്ങനെ തമിഴ്നാട്ടിലെ സംസ്കാരത്തിനെയോ ഹിന്ദുത്വത്തിനോ തകർത്ത് കളയാൻ പറ്റില്ല. അത് അങ്ങനെ അത്ര ഒരു പേര് നമുക്ക് വേണ്ട. അതിലേക്ക് ഒരിക്കലും ഭഗവാൻ അനുവദിക്കില്ല. അവരെ കൊണ്ട് പോലും ഭഗവാന്റെ മാനാട് നടത്തിച്ച ആളാണ് മുരുകൻ. അതെ, പക്ഷെ എന്നാലും ബദലായിട്ട് ഉയർന്നു വരുന്നത് ഇപ്പൊ വിജയിയുടെ നേതൃത്വത്തിലൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് വരുന്നു. രജനീകാന്ത് ആണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരും. രജനീകാന്ത് സനാതനിയാണെന്ന് പരസ്യമായി പറയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കിഡ്നിയൊക്കെ മാറ്റി വെച്ചതുകൊണ്ട് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് മാറുന്നു. ഇപ്പൊ വിജയ് വരുന്നു. വിജയ് വരുമ്പോൾ വിജയുടെ ശരിക്കുള്ള പേര് ജോസഫ് എന്നാണ്. ഹിന്ദു അല്ല. ഹിന്ദു പേര് വെച്ച് തമിഴ്നാട്ടിലെ ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പേര് മാറ്റി ഹിന്ദുവായിട്ട് ഭാവിക്കുന്ന ആളാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവും അല്ലേ? അദ്ദേഹം ഷിർദി സായിബാബയുടെ ഒരു അമ്പലം എടുത്തുണ്ട്. വിജയ് നോക്കിയാ പിന്നെ ഈ വിജയുടെ കാര്യത്തിൽ പറയുമ്പോഴേ എനിക്ക് ചില അടയാളങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് നല്ലതാണോ പൊട്ടയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. കുറെ സ്ഥലങ്ങളിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വരവ് വിജയുടെ. പക്ഷെ അത് നല്ലതാക്കാനാണോ പൊട്ടയാക്കാണോ എന്ന് പറയാനുള്ള എനിക്ക് പറ്റില്ല. പക്ഷെ കുറച്ച് അടുത്ത കൊല്ലാവുമ്പോഴേക്കും എനിക്കത് പറയാൻ പറ്റും. പക്ഷെ പ്രതീക്ഷയായിട്ട് അണ്ണാമലയുണ്ട്. അദ്ദേഹം ഒരു മുരുകഭക്തനാണ്. അദ്ദേഹം ആ രീതിയിലേക്ക്
ചെയ്യേണ്ടി നോക്കാം. അല്ല, ഞാൻ കൂടുതൽ ആലോചിക്കുന്നത് നമ്മൾ ഈ മൂവ്മെൻറ്റുമായിട്ട് ലോകം മുഴുവൻ നമ്മൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ തമിഴ്നാട്ടിൽ കൂടി അതിനൊരു ഒരു ബേസ് ഉണ്ടായി വന്നില്ലെങ്കിൽ അത് സാർത്ഥകമാകുമോ എന്നുള്ള ആശങ്ക ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അല്ല, അദ്ദേഹം അത് കാണാണ്ടിരിക്കുകയോ? ഉം. അദ്ദേഹം അതായത് ഒരു മുരുകയുഗത്തില് പഴനി വയ്യാവൂരിയായിട്ട് മാറുമ്പോ ഭാരതം ലോകത്തിന് ഡിഫ്റ്റേറ്റ് ആവുമ്പോ അദ്ദേഹം ഇത് ചെയ്യാൻ അല്ല, ഈ വയ്യാപുരി എന്ന് പറഞ്ഞ സങ്കല്പത്തെ കുറിച്ച് നമ്മുടെ ഇന്ന് നമ്മൾ സംസാരിച്ച ആദ്യത്തെ നമ്പർ 14 അങ്ങ് പറഞ്ഞല്ലോ, അതേക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? വയ്യാപുരി എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, കുമാരികാണ്ഡത്തിൽ ഇരുന്ന മുരുകന്റെ തലസ്ഥാനത്തിന്റെ പേരാണ് വയ്യാപുരി. ഇപ്പോഴും അങ്ങനെ ഒരു സ്ഥലം തമിഴ്നാട്ടിലുണ്ടോ? പഴനിയുടെ പഴയ പേര് വയ്യാപുരി. വയ്യാപുരി അത് സ്ഥലതാമ ചരിത്രം നോക്കിയാൽ കഴിഞ്ഞാൽ അറിയും. കുമാരികാണ്ഡത്തിന്റെ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തിന്റെ ആ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഒരിക്കലും പഴനി അല്ല. കുമാരികാണ്ഡത്തിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് പേരായിരുന്നു വയ്യാപുരി. കുമാരികാണ്ഡം കടലെടുത്ത് പോയപ്പോ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഇപ്പൊ തമിഴ്നാട് യാറുപട വെച്ചത്. അപ്പൊ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഈ സ്ഥലത്തിന് പേരിടും. മധുരയുടെ കാര്യം പെടും. ഭഗവാന്റെ മധുര കടലിലെടുത്ത് പോയപ്പോ പിന്നീട് വന്ന സ്ഥലത്തിന് ആണ് ഇപ്പോഴത്തെ മധുര എന്ന് പറയുന്നത്. മധുര എന്നെടുത്ത പോലെ ഇവരിവിടെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് വയ്യാപുരി എന്ന് പേരിട്ട് ഇവരവിടെ താമസിച്ചു, അവിടുത്തെ രഹസ്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട്. അപ്പൊ ആ വയ്യാപുരി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തലസ്ഥാനം. പഴനി പോലത്തെ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വരണമെങ്കിൽ ഒരു കഥ ഉണ്ടാവുമല്ലോ. അതെ. ഇപ്പോഴും പഴനിമലക്ക് മുമ്പിൽ ഒരു കുളം കാണാം, അതിന് വയ്യാപുരി എന്നാ പറയാ. പിന്നെ ഒരു വയ്യാപുരി എന്ന് പറഞ്ഞ രാജാവിന്റെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്, മറ്റേ ഇടുമ്പർ മലയുടെ അവിടെ. മലയിലല്ല, പഴനിയിൽ തന്നെ ഇടുമ്പർ കോവിലുണ്ട് പകുതി അവിടെ. പിന്നെ അതിന്റെ അടുത്തൊരു മധുര മീനാക്ഷി ക്ഷേത്രം ഉണ്ട്. അവിടെ ഒരു 3 രാജാക്കന്മാരും 3 രാജ്ഞി, സാധാരണ ആൾക്കാർക്ക് അറിയണമെന്നില്ല, 3 രാജ്ഞിമാരുടെ ഇതുണ്ട്. ഈ പഴനിക്കടുത്തുള്ള മധുര മീനാക്ഷി ചെറിയൊരു ക്ഷേത്രം ഉണ്ട്. നമ്മള് വടി കയറണതിന്റെ അടുത്ത് സ്റ്റെപ്പ് കയറി പോകുമ്പോ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ക്ഷേത്രം, അത് ദേവസ്വത്തിന്റെ ക്ഷേത്രം തന്നെ. താഴെ തന്നെ താഴെ തന്നെ റൈറ്റ് സൈഡിൽ കാണാം. അവിടെ ശിവ മധുര മീനാക്ഷിയുടെ വിഗ്രഹവും ശിവന്റെ വിഗ്രഹമാണ്. അതിന്റെ അടുത്ത് 3 രാജാക്കന്മാരുടെയും 3 രാജ്ഞിമാരുടെയും ഉണ്ട്. അത് അവിടുത്തെ പൂജാരിമാരോട് ചോദിച്ചാൽ മന്നന്മാരും രാജ്ഞിമാരെന്നേ പറയുള്ളൂ. ശരി, ആക്ച്വലി ഇവരൊക്കെ ഈ മണ്ണിന്റെ അധിപരാ. അന്ന് വന്നതിന്റെ തലമുറയുടെ പിൻതലമുറക്കാരാണ് ഇവരൊക്കെയാണ് അതിന്റെ അവകാശികൾ. ഞാൻ എന്ത് പഴനിയിൽ പ്രോഗ്രാം നടത്തുമ്പോഴും അവരുടെ അടുത്ത് പോയിട്ട് അനുവാദം ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പഴനിയിൽ ചെയ്യും. കാരണം അവര് കുമാരികാണ്ഡത്തിൽ നിന്ന് വന്ന പിൻതലമുറക്കാരുടെ പ്രതിനിധികളാ. അപ്പൊ ആ വയ്യാപുരി എന്നൊരു പേരിട്ട് അവിടെ അപ്പൊ അറിവിന്റെ ഇടന്നും കൂടി അതിന് അർത്ഥമുണ്ട് പഴനിയിൽ. അപ്പൊ അതുകൊണ്ടാണ് അവരൊരു കഥ ഉണ്ടാക്കിയത്, മാമ്പഴ കഥ. ഞാനപ്പഴം നീ തന്നെ ജ്ഞാനം, പിന്നെ നിനക്ക് വേറെ എന്തിനാ പഴം ചോദിക്കണം, ജ്ഞാനം. അത് ശരിക്കും ആ കഥ അത് കഥയ്ക്കുള്ളൊരു രഹസ്യമുണ്ട്. അത് ശരിക്കും നമ്മൾ കേൾക്കുന്ന മാമ്പഴത്തിന് വേണ്ടിയിട്ടൊന്നും മുരുകൻ വഴക്ക് തന്നെ ഉണ്ടാക്കൊന്നുമില്ല. അപ്പൊ അവിടെ ഒരു കഥ ഉണ്ടാക്കി കൊണ്ട് വെച്ചിട്ടുള്ളതാണ് ഈ രഹസ്യം. ആ കഥ ഇതല്ലേ, മറ്റേ ലോകം ചുറ്റി വരാൻ പറയുന്ന കഥ. അതൊരു ഹിഡൻ സംഭവമാണ്. അല്ലാണ്ട് ഒരു പഴത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇത് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കാലശേഷം വന്ന ആൾക്കാർ ഉണ്ടാക്കിയ ഒരു കഥയാണത്. അവിടുത്തെ രഹസ്യങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് ഒരു അടയാളാക്കി വെച്ച് അത് മനസ്സിലാക്കിയാണ് ബോഗർചിദ്ര ഈ പഴനിമല തെരഞ്ഞെടുത്തിട്ട് അവിടെ മുരുകന്റെ വിഗ്രഹം വെക്കണത്. അപ്പൊ ആ വയ്യാപുരി ഇപ്പൊ മുരുകയുഗത്തില് അന്നുണ്ടായിരുന്ന ഫ്ലാഗ് ഭഗവാൻ നമ്മളെ കൊണ്ട് ഇവിടെ കൊണ്ടുവെപ്പിച്ചു. അതും ഭഗവാൻ നോക്കണം നേരെ മുമ്പിലായിട്ട്. അത് പെർമനന്റ് ആണല്ലോ ഇവിടെ ഫ്ലാഗ് അല്ലേ? ഇത് നമ്മള് 3 കൊല്ലത്തേക്ക് ലീസാ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതാക്കും. അവിടെ നിന്ന് ആ സ്ഥലത്ത് തന്നെയാണ് സംരക്ഷിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ? നമ്മളിപ്പോ ചുറ്റും ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞു. അപ്പോ ആ ഒരു എനർജിക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ വയ്യാപുരി എന്നുള്ളത് ഉറപ്പായിട്ടും ഭാരതം ലോകത്തിന് പവർഫുൾ ആകുമ്പോൾ ഇവിടെ നിന്നുള്ള എനർജി തന്നെയാണ് ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇത് വീണ്ടും വലിയൊരു നഗരമായിട്ട് മാറും. അപ്പൊ നമ്മൾ 3 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരിക്കുക, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ല, നമ്മളിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വല്ലാതെ ആശങ്കപ്പെട്ടത് ഇതാണ്. പക്ഷെ ആശങ്കക്കൊന്നുമില്ല, ഭഗവാൻ എല്ലാം ശരിയാക്കി തരും. അത് വരേണ്ട സമയമല്ലേ. അതൊക്കെ ഇത്രയും വലിയ ലോകം മുഴുവൻ ചെയ്യണോ അദ്ദേഹം നോക്കാതിരിക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ, രാഷ്ട്രീയ പൊളിറ്റിക്സ് ഒക്കെ അവിടെ മാറും. അതിനനുസരിച്ച് ഇതൊക്കെ മൂവ്മെന്റ് ഉണ്ടാവും എന്തായാലും. ഏതായാലും അത് അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഏതായാലും ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഭഗവാൻ മുരുകനില്ലാത്തൊരു ദ്രാവിഡ രാഷ്ട്രീയം ഇല്ലല്ലോ. അതുകൊണ്ടാണ് അവര് തമിഴ് മുരുകൻ ഇത് രണ്ടും മാത്രം പിടിച്ച് അത് വിട്ടുള്ള കളിയില്ല. അത് രണ്ടും പിടിച്ച് അവര് പോണതിന് കാരണം തമിഴ്, മുരുകൻ, പിന്നെ അയ്യപ്പൻ. കാരണം ഈ പെരിയോർ EV രാമസ്വാമി നായ്ക്കർ ഇവിടുന്ന് നമ്മൾ സേലത്തേക്ക് പോകുന്ന റോഡിൽ ഏതാണ്ട് 5000-ഓളം ഗണപതി വിഗ്രഹങ്ങൾ എടുത്ത് കളയാൻ പണ്ട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവിടെ എണ്ണിയാൽ 30,000 ഗണപതി വിഗ്രഹം ആര്യവേപ്പിന്റെ ചോട്ടിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവും ചില വീടുകളിൽ തമിഴ്നാട്ടിൽ പോകുമ്പോഴേ
മുരുകാന് ഫോട്ടോ ഉണ്ടാവും, ഉം. ഇപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാവും. അല്ല, അതിനകത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ ഇ.വി. രാമസ്വാമി നായ്ക്കർ പങ്കെടുത്തിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം മലയാള പത്രങ്ങളിൽ ഒന്ന് അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആരും പ്രസിദ്ധീകരിക്കുന്നില്ല. അതിനകത്ത് അദ്ദേഹം പറഞ്ഞതെന്നറിയോ, ഒന്നിച്ച് നിൽക്കണം ഹിന്ദുക്കൾ, ഇങ്ങനെ ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലി തലകീറിയാൽ നിങ്ങൾ ന്യൂനപക്ഷമാകും, നിങ്ങൾ ഇല്ലാണ്ടാവും, നിങ്ങളെ അവർ കൊല്ലും, നിങ്ങൾ ഹിന്ദുക്കൾ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ജാതിയുടെ പേരിലുള്ള ഈ അസ്പൃശ്യത കളഞ്ഞിട്ട് ഒറ്റക്കെട്ടായി ഹിന്ദുവായി നിൽക്കണമെന്നാണ് പെരിയോർ പ്രസംഗിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് മാറ്റം വന്നിട്ട് കാണുന്ന ഒരു പാമ്പിനെയും ബ്രാഹ്മണനെയും കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ബ്രാഹ്മണ വിരോധിയായിരുന്നു. അതിനും ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ കറുപ്പെടുത്താണല്ലോ രാമസ്വാമി നായ്ക്കരുടെ അനുയായികൾ നടന്നത്. ആ കറുപ്പെടുത്തോണ്ട് പിന്നെ ആളുകൾ മലയ്ക്ക് വരാൻ തുടങ്ങി. ശരിയല്ലേ? അങ്ങനെ വലിയ മാറ്റം ഉണ്ടായി. അപ്പോൾ ഏതായാലും ഞാനീ വെറുതെ ഈ താമ്പരത്തെ ക്ഷേത്രം തകർത്തു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായും മനസ്സിലായി. പക്ഷെ അത് നമ്മൾ ആശങ്കപ്പെടുന്നത് പേടിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അങ്ങയുടെ അതായത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അങ്ങയുടെ നമ്പർ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും വിളിക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങേ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കുറേ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജനറലി ഒന്ന് പറഞ്ഞാൽ അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? വാട്സപ്പിൽ അവരെന്താ കാര്യം പറയുക, അത് പറയുമ്പോൾ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥന വയ്ക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്റെ കഴിവൊന്നുമില്ല, അവരുടെ ഫയൽ എടുത്തിട്ട് മേശപ്പുറത്ത് വെക്കും, അത്ര മാത്രമേ. അത് ഒപ്പിട്ട് അവർ രക്ഷപ്പെട്ടു, ഒപ്പിട്ടില്ല എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അതിന് ഞാൻ എനിക്കൊരു കാശും വേണ്ട, ഒരു പൂജയുടെ ചെലവായി ചേരണ്ട, ഒന്നും വേണ്ട. ഞാൻ പ്രാർത്ഥന എടുത്ത് വെക്കും. റിസൾട്ട് കിട്ടിയ സന്തോഷത്തോടെ അറിയിക്കുക. അപ്പോഴും ഞാൻ തൊഴുകയോട് എനിക്ക് ആവശ്യം നമ്മുടെ കൂടെ നിൽക്കണ ഭഗവാന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ കുമാരികണ്ഠത്തിന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ കുമാരികണ്ഠത്തെ കുറിച്ച് എനിക്ക് നമ്മുടെ ഒരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കടലിനടിയിൽ ആണ്ടുപോയ ഈ കുമാരികണ്ഠത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അല്ല, മുരുകയുദ്ധത്തിൽ നടക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭാരതത്തിന്റെ സൂപ്പർ ഇത്. പിന്നെ കുമാരികണ്ഠത്തിലെ അറിവുകൾ വരിക എന്നുള്ളതാണ്, എനർജി വരിക എന്നുള്ളതാണ്. നമ്മള് നോസ്ട്രഡാംസിന്റെ പ്രവചനങ്ങൾ ഉണ്ടല്ലോ, മുക്കടൽ നേതാവ് വരും, ലോകം മുഴുവൻ ഭരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ മുക്കടൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കന്യാകുമാരി അതൊക്കെ പറയും. ശരിക്കും അത് പറഞ്ഞ കുമാരികാണ്ഡ സ്ഥലമാണ്, അവിടെയാണ് കുമാരികാണ്ഡം. അവിടുന്ന് വരുന്നത് ലീഡർ എന്ന് പറഞ്ഞ മുരുകഭവനാണ്, അദ്ദേഹത്തിന്റെ യുഗമാണ്, ആ എനർജിയാണ്. അപ്പൊ അത് നടക്കുമ്പോൾ ആ സൈഡിൽ നിന്നുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് പുറത്ത് കിട്ടും. ഇപ്പൊ ഭൂമിക്ക് അവിടുന്ന് കുറെ നിധികൾ കിട്ടും. നിധികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെ കൊബാൾട്ടിന്റെ ഒക്കെ പോലത്തെ കാര്യങ്ങൾ അവിടെ കിട്ടും. അവിടുത്തെ സമുദ്രനിരപ്പ് ഭയങ്കര ആഴം കുറവാണ്, കുറിച്ച് പഠിച്ചിട്ടുള്ള കന്യാകുമാരി ശ്രീലങ്കയ്ക്ക് രാമേശ്വരത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നടന്നു പോകാൻ കുറവ്. കാരണം കടലിൽ അതിലേക്ക് പോയ കാരണമാണ് ആ സ്ഥലങ്ങൾ. അപ്പൊ പിന്നെ നടക്കണത് ഈ ഒരു എനർജിയുടെ ഇതുകൊണ്ട് അന്ന് വിട്ടുപോയ ആൾക്കാരൊക്കെ തിരിച്ചു വരവാണ്. നമ്മൾ യസീദികൾ എന്നൊക്കെ പറഞ്ഞല്ലോ, അത്രയും വിട്ടുപോയ ആൾക്കാർ ഭാവിയിൽ തിരിച്ച് ഇങ്ങോട്ട് വരും. എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ അജ്ഞാതത്തില് അവരുടെ ആരെങ്കിലൊക്കെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഭയങ്കര പ്രോസിക്യൂഷൻ, മതപീഡനം നേരിടുന്ന ഒരു ജനതയാണ്, അവരെയും കൂടി എത്തിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ലാസ്റ്റ് പറഞ്ഞ ആ യാഗത്തിന്റെ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ യിങ് യാങ് യാഗം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യ ചൈന സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ചെയ്തിട്ട് അത് ഒരു പുതിയ ബന്ധം. അന്ന് ആരെങ്കിലും വിശ്വസിച്ചിരുന്നു? ഗാലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര. അപ്പൊ അത് യാഥാർത്ഥ്യമായി. നമ്മൾ പറയണ ലെവലിലേക്ക് ചൈന പതുക്കെ മാറി വന്നേ പറ്റുള്ളൂ. ഒരു പുതിയ ലോകക്രമം വരുമ്പോൾ ഭാരതം ഉയരുമ്പോൾ ഭാരതം ചൈന റഷ്യ എന്നുള്ളൊരു ഇന്ത്യ ചൈന റഷ്യ ഇറാൻ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടായി വരുന്നു. അമേരിക്കക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് എന്താ പറയാ, അത് ഇഷ്ടപ്പെടില്ല, അത് നിവൃത്തിയൊന്നുമില്ല. പക്ഷെ അത് ഉണ്ടായേ പറ്റൂ. കാരണം അങ്ങനെ ഒരു ലോകക്രമം ഏഷ്യൻ സൈഡിൽ നിന്ന്. അല്ല, അത് മാത്രമല്ല, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് 20-ാം തീയതി അധികാരത്തിലെത്തുകയാണല്ലോ. ട്രംപ് അങ്ങ് നമ്മൾ മുമ്പ് സംസാരിക്കാൻ പറയുന്നു ഡോളറിൽ മറ്റേ ആ ത്രികോണം എന്താണ്, ഇലുമിനാറ്റി പവർ ഉള്ളതുകൊണ്ട് അവർ പിടിച്ചിരിക്കും. പക്ഷെ ഡോളറിന്റെ ഒരു തകർച്ച വരാൻ പോകുന്നു. ഇത് ട്രംപിന് മനസ്സിലാവുന്നുണ്ട്. ട്രംപ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമേരിക്ക ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കാനഡ അമേരിക്കയിൽ ലയിക്കണം, ഗ്രീൻലാൻഡ് വേണം, പാനമ മറ്റേ കടൽപാത
സൂയിസ് കനാലിന് പകരമുള്ള പാനമ കനാല് അമേരിക്കയ്ക്ക് കിട്ടണം. ഇപ്പോൾ മെക്സിക്കോ കൂടെ കിട്ടണം. ഇതെല്ലാം കിട്ടിയാലേ അമേരിക്കയ്ക്ക് ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ പറയുന്നു ഇത് 50 ബില്യൺ ഇവർ സംഭവിക്കും, ഞങ്ങളുടെ രാജ്യമൊന്നും നിങ്ങൾക്ക് വിൽക്കാനില്ല, നോട്ട് ഫോർ സെയിൽ നെവർ ഫോർ സെയിൽ എന്നാണ് മെക്സിക്കോയുടെ പ്രതികരണം. അപ്പോൾ അമേരിക്കയുടെ ഭരണത്തിൽ ഏറാൻ പോകുന്ന ട്രംപ് പറയുന്നു അമേരിക്കൻ എക്കണോമി തകരാൻ പോവാണ്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അത് തകർന്ന ഇപ്പൊ നമ്മള് വേറൊരു ഇതുണ്ട്. നമ്മൾ രൂപ ഡോളറായിട്ട് നോക്കുമ്പോൾ രൂപ ഇടിഞ്ഞു. ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതാവും. ഡോളറായിട്ട് എന്തുകൊണ്ട് നോക്കണം? ഡോളർ ലോകത്തിന്റെ ഒരു നോട്ടായി നിൽക്കുന്ന സമയത്താണ് ഒരു രാജ്യത്തിന്റെ കറൻസി മാത്രം അതിലേക്ക് ചുരുങ്ങും. ഇപ്പോ ജപ്പാന്റെ ഇന്ത്യയുടെ 56 രൂപയാണ് ഇപ്പോൾ ഡോളർ. ജപ്പാന്റെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 88 രൂപയാവും. ജപ്പാൻ ദാരിദ്ര്യമുള്ള രാജ്യമാണ് അല്ല, വികസിത രാജ്യം. പക്ഷെ അവര് ഡോളറായിട്ട് 88 നമ്മൾ ഡോളറിന് കമ്പയർ ചെയ്യുന്ന ആ സിസ്റ്റം പോവും ലോകത്തിന്. അവരുടെ രാജ്യത്തിന്റെ കറൻസി ആയിട്ട് അവരെന്തുകൊണ്ട് ഇന്ത്യൻ യുവാനായിട്ട് ചെയ്യില്ല, ഇന്ത്യ യെന്നായിട്ട് ചെയ്യുന്നില്ല? ഒരു കാലം നമ്മളത് പഠിച്ച് ശീലിച്ചു. അവര് ടോപ്പായി നിൽക്കുമ്പോൾ അത് കമ്പയർ ചെയ്തു. അത് പോയി അതൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് മാത്രമായിട്ട് മാറും. ഉറപ്പായിട്ടും ഇന്ത്യ, റഷ്യ, ചൈന എന്നുള്ളൊരു അച്ചുതണ്ട് വരും. അതിന്റെ പവർഫുൾ കൺട്രി ആയിട്ട് ഇന്ത്യ വരും. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ് സ്റ്റേറ്റിൽ നമ്മൾ ആരും ഒരിക്കലും ട്രൂഡോ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ട്രൂഡോ ഇല്ലാണ്ടാവും. അഫ്ഗാനിസ്ഥാനിലെ താലിബാനായിട്ട് കണക്ട് ആണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അവര് ഉപയോഗിക്കും. അതെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഒഫീഷ്യലി ഇതുവരെ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടില്ല, താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ കാര്യത്തിൽ ഉപയോഗിക്കുക. എന്നാൽ പോലും നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അവർ പോയി പാകിസ്ഥാനെ അടിക്കുന്നു. അതാണ് ഡീപ് സ്റ്റേറ്റ്. അതെ, നമ്മുടെ കാര്യം നമുക്ക് എന്താണ് ആവശ്യം അതിന് ആൾക്കാർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡീപ് അതെ. ഇപ്പൊ അവിടെ ബംഗ്ലാദേശിനായിട്ടാണെങ്കിൽ അരക്കൻ പണി കൊടുക്കും. അതെ പറഞ്ഞ ട്രൂഡോ പറ്റില്ലെങ്കിൽ ട്രൂഡോനെ മാറ്റും. അതെ, ട്രൂഡോനെ മാറ്റി. ആരെങ്കിലും വിശ്വസിച്ചോ? ട്രൂഡോ എന്തായിരുന്നു? ചന്ദ്രഹാസ് ഇളക്കുമായിരുന്നു. ഇപ്പൊ മാത്രമല്ല, ട്രൂഡോ പറഞ്ഞു നമ്മളവിടെ നിജ്ജാറിനെ കൊലപ്പെടുത്താൻ നമ്മൾ ഉപയോഗിച്ച ഇന്ത്യ രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റേ ബിഷ്ണോയിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തി എന്ന് പറഞ്ഞ കേസിലെ പ്രതികളെയൊക്കെ കോടതി വെറുതെ വിട്ടു. അത് അവിടെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് ആവുക എന്ന് പറയില്ലേ, അതിലേക്ക് തുടക്കം. അത് നമ്മൾ ആരെ കൊണ്ടും നമുക്ക് വേണ്ടി ഉപയോഗിക്കും. അവിടെ അതിൽ തത്വം ആദർശമൊന്നും ഇല്ല, നമുക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഉപയോഗിക്കുക. അല്ല, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാനിപ്പോൾ തുടക്കം മുതൽ അങ്ങോട്ട് സംസാരിച്ച് ഇപ്പോൾ നമ്മൾ 15 എപ്പിസോഡുകളാകുന്നു. അപ്പോൾ നമ്മളൊരു കുറേ മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്കിത് കൃത്യമായി, ഞാൻ ഒരു 10-30 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു ഗ്യാരണ്ടി പറയുകയാണ്. ഈ മോദി പറയുന്ന പോലെ ഞാൻ ഗ്യാരണ്ടി അല്ല, എൻ്റെ ഒരു ബോധ്യം. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് റിയാലിറ്റിയുമായി, കറണ്ട് പൊളിറ്റിക്സുമായി, ജിയോ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ ഒരു അനുഭവത്തെ ഞാനത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്തരം എപ്പിസോഡുകളിൽ സംസാരിക്കാൻ വേണ്ടി അങ്ങേ പ്രതീക്ഷിക്കുന്നതും ക്ഷണിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം പറയാം ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിട്ടുകളയും. ഞാൻ അല്പം മുമ്പ് പറഞ്ഞില്ലേ, മറ്റൊരാൾ നമ്മുടെ ചാനലിൽ വരാൻ ചോദിച്ചു, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം എനിക്കത് കൺവിൻസിങ് അല്ല. അപ്പം നമുക്ക് കൺവിൻസിങ് ആവുക, നമുക്ക് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു സാക്ഷ്യപത്രം ഉണ്ടാവണം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് രജിത് ജിയെ വീണ്ടും ABC-യിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങ് ഒരു പ്രവചന സ്വഭാവത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ അല്ല, ലോക ഭൂപടത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. വേൾഡ് പൊളിറ്റിക്സിൽ അത് സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. ഭഗവാൻ അങ്ങയെ ആകർഷിച്ചതുപോലെ നമ്മളൊരു ഒരു ഇരുമ്പ് കാന്തത്തോടൊട്ടിയാൽ ആ ഇരുമ്പിന് കാന്തത്തിൻ്റെ സ്വഭാവം വരും. അങ്ങേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭഗവാനാവുന്ന കാന്തത്തോട് അങ്ങ് ചേർന്ന് കഴിഞ്ഞു. നൗ യു ബിക്കെയിം അനദർ മാഗ്നറ്റ്. അദ്ദേഹത്തിന് എനർജിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും ആ കാന്തത്തിന്റെ ശക്തിയാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടേ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ മെല്ലെ ബാക്കിൽ പോയിട്ട് ആളുടെ അടുത്ത് പോയി നിൽക്കും. ഇവിടെ ഒരാളുണ്ട് കാണിക്കുക. അപ്പൊ ഒറ്റയ്ക്ക് മുമ്പിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വരുന്നുണ്ട്, മെല്ലെ ബാക്കിൽ പോയിട്ട് ആളുടെ അടുത്ത് നിൽക്കും. അങ്ങനെ ഇവിടെ ഒരാളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറയണത് മോദിജിയുടെ ഒരു യാത്ര. നമ്മൾ പറഞ്ഞ 3 ഘട്ടങ്ങൾ അതിലുണ്ട്. അല്ല, അങ്ങ് പോയ പോലെയല്ലേ ഈ മനുഷ്യൻ ലോകം മുഴുവൻ ഓടി നടക്കുന്നത്. അവിടെ ഈ സംഭവങ്ങളൊക്കെ കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു കാര്യം ചോദിട്ടെ. നിങ്ങൾ തമ്മിൽ വല്ല ഏർപ്പാടുണ്ടോ? ഇത് പറയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയും കൂടി ഇല്ല. അദ്ദേഹം ലോക നേതാവാണ്. നമ്മള് സാധാരണ അറിയില്ല എന്നും ധരിക്കണ്ട. വേണ്ടി വന്നാൽ ആരെക്കുറിച്ചും അറിയാനുള്ള സംവിധാനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. തീർച്ചയായും. അതായത് ഇങ്ങനെ ഒരാൾ ഉണ്ട്, അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു മെസ്സേജൊക്കെ ഒരുപക്ഷെ ആ ഓഫീസിൽ ഒരു ഫയലിൽ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറയുന്ന പോലെയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അസാധ്യമായ അധികാരങ്ങളും കഴിവുകളും ശേഷിയുമുള്ള ഒരു സീറ്റാണ്.
ഫുൾ ഡീറ്റെയിൽസ് ചിലപ്പോൾ അവിടെ പിന്നല്ല ഉണ്ടാവും. എല്ലാ കാര്യവും ഉണ്ടാവും. വേണമെന്ന് വെച്ചാൽ ആ, നമ്മൾ ഇവിടെ ഇരുന്ന ആളുകളൊക്കെ മോദിയെ ചീത്ത പറയുന്ന ആളുകളുണ്ടല്ലോ. ആ, മോദി ഒന്ന് മനസ്സ് വെച്ചാൽ ചീത്ത പറയുന്ന ആൾ നാളെ ഉണ്ടാവില്ല. അത് ശരി. അതിവിടെ ഒരു ഭരണഘടനയുണ്ട്, നിയമമുണ്ട്, പിണറായിയാണ് ഭരിക്കുന്നതൊന്നും കാര്യമൊന്നുമില്ല. അത് മോദിയുടെയോ മറ്റ് പ്രഭാവമല്ല, ആ സീറ്റിന്റെ പവറാണ്. അസാമാന്യമായ അധികാരങ്ങളുള്ള ഒരു സീറ്റാണ് പ്രധാനമന്ത്രിയുടെ സീറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെ അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് മോദി ഒരു 2 മണിക്കൂർ പോഡ്കാസ്റ്റ് നടത്തി. നമ്മളെപ്പോലൊരു ചാനലിന്, ഒരു കമ്മത്തിന്, നിഖിൽ കമ്മത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ യൂട്യൂബിൽ മോദി ഇൻ്റർവ്യൂ കൊടുത്തു. അസാധ്യമായ സംഭവമാണ്. അതൊരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ യൂട്യൂബ് ചാനലിന് അത് അത്ര പ്രശസ്തമായ യൂട്യൂബൊന്നുമല്ല. നിഖിൽ കാമത്തിൻ്റെ ആ ഇൻ്റർവ്യൂ ഇപ്പോൾ ആൾ കണ്ടുവരുന്നേ ഉള്ളൂ. ഭയങ്കര വൈറലായി. അതിനകത്ത് മോദി ഇപ്പോൾ അവസാനം പറഞ്ഞു, എൻ്റെ ആഗ്രഹം എനിക്ക് രാമകൃഷ്ണ മിഷനിൽ സന്യാസിയാവണം. സന്യാസിയായിട്ട് എനിക്ക് ഹിമാലയ സാനുക്കളിലും കച്ചിലെ കച്ചിലെ ഉപ്പ് പുരണ്ട മണലാരണ്യങ്ങളിലൂടെയും സഞ്ചരിക്കണം. അതാണ് ഇനി എൻ്റെ ആഗ്രഹം എന്ന് മോദി പറഞ്ഞതായിട്ടാണ്. അങ്ങനെയാണ് ഇൻ്റർവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം ഒരു സന്യാസിയാണ്. ഈ പറയുന്ന പോലെ ഭഗവാന്റെ നിയോഗത്തിലൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്പർശമുള്ള കുച്ചിലെ മണലാരണ്യങ്ങൾ, ഉപ്പ് പുരണ്ട, അവിടെ ഉപ്പാണല്ലോ, ഉപ്പളങ്ങളുണ്ട്. ഉപ്പ് കടൽ വെള്ളം കയറ്റി ഉണക്കി ഉപ്പുണ്ടാക്കുന്ന ഉപ്പളങ്ങൾക്ക് പ്രശസ്തമാണ് അവിടെ. ആ മരുഭൂമിയിലൂടെയും ഹിമാലയത്തിലൂടെയും സഞ്ചരിക്കുക എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പദമൊഴിഞ്ഞ് സന്യസിക്കാൻ പോകണം. ഏത് മഠത്തിലാണെന്നും പറഞ്ഞു. രാമകൃഷ്ണ മിഷനിലെ മഠത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആധ്യാത്മിക പുരുഷനാണ് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ എനിക്ക് ഇത് വല്ലാതെ കണക്റ്റ് ആവുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിനും ഒരുപോലെ, അദ്ദേഹം പറയാത്ത ഇതുപോലെ മുരുക ഭഗവാന്റെ മെസ്സേജുകൾ വരുന്നുണ്ടാവുമോ? കാര്യം ഞാൻ പറഞ്ഞ 3-4 കണക്ഷൻ കറക്റ്റ് അല്ലേ. അദ്ദേഹം മയിൽ വിളക്ക് കൊളുത്തിയത്, ഇന്ത്യക്കാരെ മുഴുവൻ പുതിയ യോഗത്തിൽ ആക്കിയത്, പുതിയ പാർലമെന്റ് വെച്ചത്, മയിലിന്റെ തീം കൊടുത്തത്, തമിഴ് മന്ത്രം ചൊല്ലിട്ട് ആരംഭിച്ചത്, ഒന്നും വെറുതെ ഇല്ല. ഞാൻ പറയുന്നു, ഭഗവാൻ എന്നോട് പറയുന്നു, ഒരു ദിവസം ദില്ലിയിൽ നിന്ന് അങ്ങേക്കൊരു വിളി വരും. അതെ, ഭഗവാൻ തീരുമാനിക്കട്ടെ. ആ വിളി എന്ന് പറയുന്നത് അങ്ങയുടെ പ്രവചനങ്ങൾ അനുസരിച്ച് ഭാരതത്തെ, അങ്ങയെ ഭഗവാൻ കൈപിടിക്കുന്ന പോലെ ഭഗവാൻ കൈപിടിച്ച് നടത്തുന്ന ഒരാൾ ഭാരതത്തെ നയിക്കാനുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം അങ്ങയെ കാണണമെന്ന് പറയുമെന്ന് എനിക്ക് നിശ്ചയമാണ്. തീരുമാനിച്ച് നടക്കട്ടെ. സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.